ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെൽറ്റ് ഷീറ്റ്, ലെതർ ഷീറ്റ്, 2 കളേഴ്സിലുള്ള ഫോം ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 പേപ്പർ കട്ടിങ്സും കൂടിയുണ്ട്. ഇത് കാർഡ്ബോർഡിൽ ഞാൻ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു 13 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 11 സെൻറ്റിമീറ്ററും. ഈ പേപ്പർ കട്ടിങ്സ് വെച്ച് ഇത് മാർക്ക് ചെയ്ത് ഞാൻ കട്ട് ചെയ്യുവാണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ പീസും കട്ട് ചെയ്തെടുക്കാം. ലെതർ ഷീറ്റും ഞാൻ അതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള നൂലൊക്കെ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഗ്ലൂ വെച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഫെൽറ്റ് ഷീറ്റൊന്നും ഇത് വെച്ചൊരു കഷ്ണം മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിളും ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിളും വെട്ടിയെടുക്കാം. ഇനി ഇതിന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു പെറ്റൽ ഷേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്യാണ്ട് നോക്കണം. ഇതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ. ഇനി ഇതിനെ ചൂടാക്കി വേറൊരു ഷേപ്പിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഓരോ പെറ്റൽസും നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. ഈ ചൂടിൽ തന്നെ ഇതിങ്ങനെ ആക്കി കൊടുക്കാം.
എല്ലാം ഫ്ലവർ ഷേപ്പിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതാദ്യം ഞാനിങ്ങനെ നടുവിൽ കൂടിയാണ് ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് സൈഡിലേക്കും കൂടി ഒട്ടിച്ച് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം വലിയ പീസ് ഒട്ടിക്കാം. അതിൻ്റെ മുകളിലായി ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനെ എല്ലാം കൂടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനൊരു സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം മുറിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് കൊടുക്കുക, റിബൺ എടുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറകിലായി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലിപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ബണ്ണോ കൂടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ച് ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ പുറകിലായി ഒരു ടാഗും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സെയിൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനും എൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായി ഞാൻ ഇതുപോലെ ഒരു സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട്. നമ്മുടെ അലിഗേറ്റർ ക്ലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ മാത്രമല്ല കേട്ടോ, ഇതിനെ കിഡ്സ് ഹെയർ ബാൻഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് എന്ത് വേണേലും നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഞാൻ സ്റ്റോണിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിലായി വേറൊരു സ്റ്റോണിൻ്റെ ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചു ഈ കാർഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പം ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതുപോലൊരു ഷീറ്റാണ് ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് എടുക്കും. ഇതുപോലെ സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നടുവിലായി ഞാനൊരു കട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇതുപോലൊരു പഞ്ച് സീലെടുത്ത് ഇതിന് സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് പേര് സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചായിരുന്നു. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അതും കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.